അപ്പോൾ വൺ പീസ് കാർഡ്സിൻ്റെ ഒക്കെ പ്രാന്ത് നമുക്ക് ഇങ്ങനെ മൂത്തിരിക്കുന്ന സമയം നിങ്ങൾക്ക് അറിയാം. ആ കാരണം കൊണ്ട് തന്നെ നമുക്ക് 3 പ്രോഡക്റ്റ് മേടിച്ചിട്ടുണ്ട്. 2 PRB02 ജാപ്പനീസും ഒരു OP15 ജാപ്പനീസും ആണ്. ഇതാണ് ഞാൻ ഇന്ന് 3 തുറക്കാൻ പോകുന്നത്. പക്ഷേ വീഡിയോ 3 സെപ്പറേറ്റ് ആയിട്ട് 3 ഈ ഒരു മാസമൊക്കെ ആയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് സ്പ്ലിറ്റൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ സമാധാനം ഇടാനായിട്ടാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഷോർട്സും റീലൊക്കെ ആയിട്ടാണ് ഇടുന്നത്. സോ ഇൻസ്റ്റ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഡെഫിനറ്റ്ലി ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. ഇൻസ്റ്റയിൽ കാണുന്നവരാണെങ്കിൽ യൂട്യൂബും പോയി ഫോളോ ചെയ്തേക്കാം. കാരണം ഇതിൻ്റെ ഫുൾ വീഡിയോ യൂട്യൂബിലായിരിക്കും എടുക്കുന്ന ഒറ്റടിക്ക്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ആലോചിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു PRB02 ഇപ്പോൾ ആദ്യമേ അങ്ങ് തുറക്കാനാണ്. കാരണം ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഇതുവരെ തുറന്നിട്ടില്ല. ഇതിൻ്റെ ജാപ്പനീസ് കാർഡ്സും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് കിട്ടുന്ന എല്ലാം ഒരു പുതിയ സാധനമായിരിക്കും. ആൻഡ് ഇറ്റ് വുഡ് ബി ഫൺ. സ്റ്റാർട്ടിങ് ഓഫ് വിത്ത് പാക്ക് നമ്പർ 1 ഓഫ് PRB02. കുറച്ചും കൂടെയും എന്താ പറയുക, ഒരു ബെറ്റർ ഹിറ്റ് റേറ്റ് ഉള്ള ഒരു സംഭവം കൂടെ ആയിരിക്കും കേട്ടോ. ആൻഡ് വേറെ സെറ്റുകൾ, അതായത് പഴയ സെറ്റുകളിൽ നിന്നുള്ള കുറേ കാർഡുകൾ നമുക്ക് ഇത് കാണാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു മൂഡ ചേച്ചിയാണ്, ഫോളോഡ് ബൈ ഒരു മിഹോക്ക്. ഇത് നമ്മുടെ എയ്സിൻ്റെ കുട്ടിക്കാലം ST13 കാർഡാണ് ഈ സാധനം. ഒരു ഗിയോൺ ചേച്ചി. നമ്മുടെ ബ്ലാക്ക് ബിയർഡിൻ്റെ ഒരു ഇവൻറ്റ് കാർഡാണ് മിസ്റ്റർ 3. ദാറ്റ്സ് ഷൈനി OPO9 ബൈ ദ വേ, ഒരു ഫോയിൽ കാർഡാണ്. വീണ്ടും ഇതിൻ്റെ അത് റീപ്രിൻറ്റ്സ് ഉണ്ട്, സംഭവങ്ങളുണ്ട്. ആൻഡ് നോർമലി ഉള്ള കാർഡ്സിൻ്റെ ഒരു ഓൾട്ടർനേറ്റ് ആർട്ട് കൈൻഡ് ഓഫ് ഉള്ള എന്താ റീപ്രിൻറ്റ്സും കൂടെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. വി ഹാവ് എ കൂൾ ലൂഫി. വീണ്ടും ഈ PRB02 എന്ന് പറഞ്ഞ ഈ ഒരു സെറ്റ് കംപ്ലീറ്റ് ചെയ്യാനും കൂടെയാണ് എൻ്റെ ഉദ്ദേശം. ഈ ഒരു സെറ്റിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു 18 കാർഡ്സ് ഉണ്ടെന്ന് തോന്നുന്നു, PRB02 നമ്പറിങ് ഉള്ളത്. സോ അതും കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ ഒബ്ജക്റ്റീവ്. സോ ദാറ്റ്സ് ലൈക്ക് റിയലി കൂൾ ലൂഫി കാർഡ്. ഭയങ്കര കിടലായിട്ടുണ്ട് കേട്ടോ. SR ആണ്. സോ അതങ്ങ് മാറിയിരിക്കട്ടെ. ഇതാരുടെ ഇത്? ബിഗ് മം ആണോ? അല്ലല്ലോ, ആരത്? വി ഹാവ് അനദർ അൺകോമൺ. ഈ ഒരു അൺകോമണിൻ്റെ അകത്തുള്ള മറ്റേ ഷൈന് കണ്ടോ? ദാറ്റ്സ് കൂൾ. ആൻഡ് ഫൈനലി നമുക്കൊരു ഡോൺ കാർഡും കൂടെ വെച്ചിട്ടാണ് ഈ ഒരു പാക്ക് എൻഡ് ചെയ്യുന്നത്. തുടങ്ങുന്നത് ഒരു നീക്കോ റോബിൻ വെച്ചിട്ടാണ്, ഫോളോഡ് ബൈ ഒരു ഡെവൻ ചേച്ചി. വി ഹാവ് എൻ ഇവൻറ്റ് കാർഡ് ഇതിൽ. ഓക്കെ, ഒരു മൊണേ ക്രോക്കഡൈൽ. ഇറ്റ്സ് ജസ്റ്റ് ദ മറ്റേ മാസ്ക് മാത്രം തിളങ്ങുന്നുണ്ട് പുള്ളിയുടെ. സെയിം. വി ഹാവ് എ ഡ്രാഗൺ. OP17 ഡ്രാഗൺ ആണ്. വെയിറ്റ്, ഞാൻ ഇതിലെ ഫോയിൽ കാർഡുകളെല്ലാം ജസ്റ്റ് ഒന്ന് സ്ലീവ് ചെയ്ത് വെക്കട്ടെ. സോ വി ഹാവ് എ മങ്കി ഡി ഡ്രാഗൺ. OP7 SR ആണ് പുള്ളിയുടെ. വി ഹാവ് കോവാല. ഒരു ST20 മറ്റേ മിറർ ജന്തു. അതിൻ്റെ തിളക്കം കണ്ടോ? ഓക്കെ, ദാറ്റ് ലുക്സ് നൈസ്. ആൻഡ് ഫൈനലി ദി ഡോൺ കാർഡ്. ബൈ ദ വേ, PRB02 സെറ്റിൻ്റെ അകത്ത് ആക്ച്വലി ഒരു ഗോഡ് പാക്ക് ഉണ്ട്. ഈ ഗോഡ് പാക്കിൻ്റെ അകത്ത് എല്ലാം ഡോണുകളായിരിക്കും. സോ ഐ തിങ്ക് ഗോൾഡ് ഡോൺസിൻ്റെ 10 കാർഡോ അങ്ങനെ എന്താണ്ടാണ് ഇതിൻ്റെ ഗോഡ് പാക്ക് വരുന്നത്. നമുക്കൊരു ഇവൻറ്റ് കാർഡ്, കെൽഗാറ, പന്നിക്കുട്ടി, ദ സണ്ണി ഗോയിൻ്റെ ഒരു ഇവൻറ്റ്. അത് ഫോയിലല്ലോ? അല്ല. We have a Charlotte pudding again. That is a foil. Okay. A nice Shanks. നല്ലൊരു SR ആണ് OP09 എന്നുള്ളത്. അത് കണ്ടോ, ടെക്സ്റ്റ് മാത്രം തിളങ്ങുന്നുണ്ടോ? ഒരു നൈസ് ഒരു ഇവൻറ്റ് കാർഡ് ഫ്രം EB01. ആൻഡ് ഫൈനലി a nice SCC. എനിക്ക് തോന്നുന്നു എൻ്റെ ഫസ്റ്റ് SCC ആണെന്ന് തോന്നുന്നു ഇത്. ദാറ്റ്സ് കൂൾ. നൈസ് ഒരു സാഞ്ചി കാർഡാണ് കിട്ടിയേക്കുന്നത്. ആൻഡ് ഫൈനലി നമുക്കൊരു ഡോണും കൂടെ ഉണ്ട്. ഫോയിൽഡ് അല്ല, ജസ്റ്റ് നോർമൽ. ബട്ട് വാവ്, ദാറ്റ്സ് റിയലി കൂൾ. നമുക്ക് മാംഗി ഒന്നും കിട്ടിയില്ല, പക്ഷേ ദിസ് വൺ ഇസ് കൂൾ. ഓക്കെ, കഴിഞ്ഞ ബാഗിൽ നമുക്കൊരു SCC കിട്ടിയായിരുന്നു. ദാറ്റ് ഇസ് വെരി കൂൾ. ബട്ട് ഓക്കെ, ഇത് നമ്മുടെ ലൈറ്റ് അണ്ണൈ വേഴ്സസ് റെയിലി അല്ലേ? ഇത് നമ്മുടെ പെറോണ ചേച്ചി ഫ്രം ST12005. ഒരു ലൂഫിയുടെ ഇവൻറ്റ് കാർഡ്. ഒരു ലിം ചേച്ചി, ഒരു സാഞ്ചി ഫ്രം ST12. നൈസ് ഒരു ഫോയിൽ ലോ ഫ്രം OP09. ഒരു ബെക്മൻ ഫ്രം OP09. വീണ്ടും ഒരു നല്ല ഫോയിൽ. കഴിഞ്ഞ തവണ കിട്ടിയ അതേ പന്നിക്കുട്ടിയുടെ തന്നെ ഇത്തവണ അതിൻ്റെ ഫോയിൽ വേരിയൻ്റ് ആണ്. ഓക്കെ, വി ഹാവ് അൺകോമൺ ക്രോക്കഡൈൽ. ആൻഡ് ഫൈനൽ കാർഡ് ഇസ് എ ഡോൺ. വീണ്ടും നമുക്ക് 5 SR കിട്ടി, നമുക്കൊരു SCC കിട്ടി. പക്ഷെ നമുക്ക് മാംഗ കിട്ടിയിട്ടില്ല. ബാക്കിലത്തെ ഡോൺ കാർഡ് ആദ്യമേ എടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇതാണ് ഡോൺ കാർഡ്. അപ്പോൾ സ്റ്റാർട്ടിങ് ഓഫ് വിത്ത് എക്സ് ഡ്രേക്ക്. വീണ്ടും ഒരു ക്രൊക്കഡൈൽ. ഇതിൻ്റെ കഴിഞ്ഞ തവണ നമുക്ക് ഇതിൻ്റെ സെയിം ഇപ്പുറത്തിരിക്കുന്നത് അതിൻ്റെ ഫോയിൽ വേരിയൻ്റ് ഉണ്ടോ, അതിൻ്റെ കയ്യിൽ സാധനം മാത്രം തിളങ്ങുന്നത്. ഇത് അതിൻ്റെ നോർമൽ കാർഡ് കിട്ടി. ദർ ഇസ് എ സാഞ്ചി അഗൈൻ. വീണ്ടും ഒരു കോവാള ചേച്ചി, ഒരു ഹീന അമ്മച്ചി.
ഒരു ഉറോഗെ ഫോയിൽ. ഓക്കെ. ഓ ദാറ്റ്സ് എ കൂൾ ലൂഫി കാർഡ്. അതെ, OPO7-ലെ 109 നൈസ് ഒരു SR ഫോയിലാണ് കിട്ടിയത്. വി ഹാവ് എൻ അൺകോമൺ, വീണ്ടും കില്ലറിൻ്റെ ഫ്രം OPO6. ആൻഡ് ഫൈനലി നമുക്ക് ഒരു ബഗി കാർഡാണ്. ഇതിൻ്റെ അകത്ത് ഇത് കണ്ടോ, അതിൻ്റെ ടെക്സ്ചർ കണ്ടോ, പാറ്റേൺ കണ്ടോ, ഭയങ്കര കിടലായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ആദ്യമേ തന്നെ നമ്മൾ ഡോൺ കാർഡ് എടുത്ത് മാറ്റി വയ്ക്കാം. ഇതാണ് ഡോൺ കാർഡ്. കാരണം എന്താണെന്നറിയോ, അവസാനം വരുമ്പോഴത്തേക്ക് ഒയ്യോ ഇപ്പോൾ ഒരു സാധനം വരും, ഇപ്പോൾ ഒരു സാധനം എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴേ ഡോണാണ് വരാൻ പോകുന്നത്. സോ സ്റ്റാർട്ടിങ് വിത്ത് ഉസോപ്പ്, ഒരു ബ്ലാക്ക് ബിയറിൻ്റെ ഇവന്റ് കാർഡ്. ദർ ഇസ് എ ബ്രൂക്ക്. ഓ വീണ്ടും ഒരു ബുക്ക്. ക്യാരറ്റിൻ്റെ ഫോയിലാണോ? അല്ല. ഓക്കെ, ഇനിയാണ് ഫോയിൽ കാർഡ്സ്. ഒരു ഗിഡാറ്റ്സു PRB02. ദേ നമ്മുടെ സെറ്റിൽ നിന്നുള്ള കാർഡ് കിട്ടി. ഓ ദാറ്റ്സ് സോ കൂൾ. നൈസ് ഒരു SR ആണ്. അഡിയോയിൻ്റെ പാറ്റേൺ കണ്ടോ? ഓ ദ ഫോയിൽസ് ആർ അമേസിങ്. ആൻഡ് ഫൈനലി നമുക്ക് ഇവൻ്റെ നമ്മുടെ ഏസിൻ്റെ കുട്ടിക്കാലത്തുള്ളത് മരത്തിൻ്റെ കമ്പാണ് ഈ തിളങ്ങുന്നത്. കണ്ട കമ്പല്ല, ഐ മീൻ ഇല. Oh, that's so cool. Oh, starting off with നമ്മുടെ കുത്തിയേക്കുന്ന ചേച്ചി, നമ്മുടെ ബുദ്ധ അഡ്മിറൽ. There is an event card. കില്ല വീണ്ടും അൺഫോയിൽഡ് വേർഷൻ ആണ്. നമ്മുടെ മിററിൽ ട്രാപ്പ് ചെയ്യുന്ന അണ്ണി. ദാറ്റ്സ് എ ഫോയിൽ സോറോ as well. ഓക്കെ, നോട്ട് ബാഡ്. OPO9-ലുള്ള ഫോയിൽ സോറോ ആണ്. നമ്മുടെ ഡ്രാഗൺ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന മറ്റേ കുട്ടി കോസൂക്കി. അവൻ്റെ വേഷത്തിൻ്റെ ഇതിൽ മാത്രം ഹോളോ പാറ്റേൺ കണ്ടോ? ഓ ദ ഹോളോസ് ലുക്ക് സോ കൂൾ. ഓ വി ഹാവ് എ ബ്രൂക്ക് വൺസ് മോർ. ഓ ദാറ്റ്സ് സോ കൂൾ. അപ്പു ആണ്, അപ്പു. ആൻഡ് എ ഗോൾഡ് ഡോൺ. വാ, നമ്മൾ ഈ ബോക്സിനകത്ത് ഓൾറെഡി ഒരു SEC അടിച്ചേക്കുന്ന കാരണം കൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് അധികം വലിയ സാധനങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഐ എം നോട്ട് ഷുവർ ഇതിൻ്റെ ഹിറ്റ് റേറ്റ് സംഭവങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല വൺ പീസിൻ്റെ. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഡോൺ കാർഡ് എടുത്ത് മാറ്റി വയ്ക്കാം. സോ സ്റ്റാർട്ടിങ് ഓഫ് വിത്ത് ജിംബെ. നമുക്ക് നേരത്തെ കിട്ടിയ ഒരു ഇവന്റ് കാർഡ് തന്നെ, വീണ്ടും ഒരു ജിംബെ. ഇത്തവണ ലീഡർ കാർഡാണ് കിട്ടിയേക്കുന്നത്. വി ഹാവ് എ സോറോ ക്യാരക്ടർ കാർഡ്, ഒരു ലോ. ഓക്കെ, സ്റ്റാർട്ടിങ് ഓഫ് ദ ഫോയിൽസ് നമുക്ക് OP10-ലുള്ള 109 ഒരു ഫോയിൽ കാർഡ് ഉണ്ട്. നമ്മളെ ഗ്രാൻഡ് ലൈൻ്റെ സാധനം ഇടിച്ചുകൊണ്ടിരിക്കുന്ന വെയിലുണ്ടല്ലോ, ആ ജന്തുവിൻ്റെ കാർഡ് EB01 We have a stage card from OP5. And finally ആദ്യം കിട്ടിയ ആ ഒരു ജിംബെ കാർഡിൻ്റെ ഫോയിൽ വേരിയൻ്റ്. ഇതിൽ കണ്ടോ തിരമാല അടിക്കുന്നത്, ഇതിൻ്റെ അതാ സംഭവമൊന്നുമില്ല. അത് കൊള്ളാം. ആദ്യമേ തന്നെ നമുക്ക് ഡോൺ കാർഡ് എടുത്ത് മാറ്റി വയ്ക്കാം. സ്റ്റാർട്ടിങ് ഓഫ് വിത്ത് ഷിക്കി അണ്ണി, നമ്മുടെ സെങ്കോക്കുവിൻ്റെ നല്ല പ്രായം അണ്ണി. ഈ ജന്തു ഏതായെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, വി ഹാവ് ബോണി. ബോണി അല്ലേ? ബ്ലാക്ക് ബിയർഡ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മറ്റേ ട്രാൻസ്ഫോം ആയേക്കുന്ന ആ ജന്തു ഉണ്ടല്ലോ, ക്രൊക്കഡൈൽ ജന്തു, അതെ, അതിൻ്റെ ഒരു ഫോയിൽ. വി ഹാവ് എ ലോ ഫോയിൽ ഫ്രം ST17. അതും കൊള്ളാട്ടോ. ഞാൻ ആ തിരമാലയിലും കൂടെ ഇതുണ്ടാവുമെന്ന് ഓർത്തു. ഇല്ല, ഒരു ഫോയിൽഡ് ഇവന്റ് കാർഡാണ് ഇത്. നമ്മുടെ കൂമയുടെ ഒരു ഇവന്റ് കാർഡ് ഫ്രം OPO7. ആൻഡ് ഫൈനലി ഒരു ഓൾട്ടാർട്ട് SR. ആൻഡ് ഇത്തവണ വൈറ്റ് ബിയർഡ് ആണ്. ദാറ്റ് ലുക്സ് കൂൾ. ഇതാണ് നമ്മുടെ PRB02 ജാപ്പനീസിലുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാക്ക്. ആൻഡ് ഒരു ബോർത്തോലോമിയോ, ഒരു വൈറ്റ് ബിയർഡ്, ഒരു എനലിൻ്റെ ഇവന്റ് കാർഡ്, ഒരു ഗിയർ 3 ഇവന്റ് കാർഡ്, ഒരു സ്റ്റേജ് കാർഡാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, അടുത്തത് ഇവന്റ് ഫ്രം OP05 ഫോയിൽ. ഒരു നല്ല ക്യാരക്ടർ കാർഡ് SR ഫ്രം OP729. ഇത് മറ്റേ പ്രഡിക്ഷൻ ചെയ്യുന്ന മറ്റേ സ്ട്രോ പപ്പറ്റിനുണ്ടാക്കുന്ന അങ്ങേര്. ഓക്കെ, ഒരു സാബോ ഫോയിൽ. ആൻഡ് ഫൈനലി നമുക്ക് നേരത്തെ കിട്ടിയ വൈറ്റ് ബിയർഡ് തന്നെ ഫോയിൽഡ് വേരിയൻ്റ്. ഇതിനകത്തുണ്ടല്ലോ വൈറ്റ് ബിയർഡിൻ്റെ ആ ലോഗോ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഫോയിൽ. അത് കണ്ട. ഓ ദാറ്റ്സ് സോ കൂൾ ദോ. അപ്പോൾ ടോട്ടൽ നമുക്ക് ഈ ഫസ്റ്റ് ബോക്സിൽ കിട്ടുന്ന സാധനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ നോർമൽ ഡോൺ കാർഡ്സ്. നമുക്ക് എല്ലാ പാക്കിൻ്റെ അകത്തും ഒരു ഡോൺ കാർഡ് അഷോർഡ് ആണ്. സോ വി ഹാവ് ദോസ്. അതിൻ്റെ കൂടെ തന്നെ മൾട്ടിപ്പിൾ സെറ്റ്സിൽ നിന്നുള്ള, വീണ്ടും ജാപ്പനീസ് ആയതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ജാപ്പനീസ് സെറ്റുകളിൽ നിന്നുള്ള റീപ്രിൻസ് ആണ് ഈ സാധനങ്ങൾ. ഇത് OP09, OP03, പിന്നെ കുറച്ച് സ്റ്റാർട്ടർ ഡെക്കുകളിൽ നിന്നും എല്ലാത്തിൽ നിന്നുള്ള സാധനങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. സോ ദോസ് ആർ ദിസ്.
ഇത് നമുക്ക് കിട്ടുന്ന ഫോയിൽസും സാധനങ്ങളും എല്ലാം ആണ്. സോ ഇത് റെയർസും പിന്നെ അൺകോമൺസും അങ്ങനെ സാധനങ്ങൾ, ഇവന്റ് കാർഡുകളും എല്ലാം ഈ ഫോയിൽഡ് വേരിയന്റ് വന്നേക്കുന്ന സാധനങ്ങളാണ്. കുറേ എണ്ണത്തിൻ്റെ ഈ ടെക്സ്റ്റ് മാത്രം ഫോയിലൊക്കെ ഉള്ളതുണ്ടല്ലോ, ഭയങ്കര കിടിലമായിട്ടുണ്ടോ കാണാനായിട്ട്. ലൈക്ക് ഇതൊക്കെ ഉണ്ടല്ലോ ഭയങ്കര കിടിലാണ്. ഞാൻ എല്ലാം സ്ലീവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ഈ ടെക്സ്ചറുള്ള കാർഡുകളെല്ലാം സ്ലീവ് ചെയ്ത് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷേ നമ്മുടെ ബൈൻഡറിലേക്ക് ഇടുമ്പോഴത്തേക്കും ഞാൻ എല്ലാ സാധനം കൂടെയും സ്ലീവ് ആയിട്ടാണ് ഇടാറ് ബൈൻഡറിലേക്ക്. പക്ഷേ സെറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബൈൻഡറിലേക്ക് ഇത് കയറത്തുള്ളൂ. ആൻഡ് മൂവിങ് ഓൺ ടു നമ്മുടെ SRs ഇതൊക്കെയാണ്. വി ഹാവ് വൺ ഹിയർ, ഒരു ലോ, മറ്റേ വെയില്, അണ്ണൈ, കണ്ട ഇതൊക്കെ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര വലിയ വിലയൊന്നുമില്ല. പക്ഷേ ബിക്കോസ് ഇറ്റ്സ് എ ഗൂണർ കാർഡ്, ലൈക്ക് ഇറ്റ് ഇസ് പ്രിറ്റി ഗുഡ്. ലൂഫി, ഇവിടെ ഒരെണ്ണം, അടുത്ത ഷാങ്സ്, ദെസ് എ ഡ്രാഗൺ. ആൻഡ് നമുക്ക് ഫസ്റ്റ് പാക്കിൽ കിട്ടിയ ഈ ഒരു ലൂഫിയും കൂടെ ഉണ്ട് കേട്ടോ. മൂവിങ് ഓൺ ടു നമ്മുടെ ഹെവി ഹിറ്റേഴ്സ്. ഞാൻ എൻ്റെ പ്രൈസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. പക്ഷേ പ്രൈസ് അത്ര റിലയബിൾ സംഭവമൊന്നുമല്ല. എന്നാലും ഇതിനൊരു 10-500 രൂപയുള്ള കാർഡാണ്. ഇതിൻ്റെ മാംഗയാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പാക്കിൻ്റെ അകത്തുള്ള ഏറ്റവും വിലയുള്ള കാർഡ്. ഇതിൻ്റെ ഒരു മാംഗ വേർഷൻ ഉണ്ട് ഓഫ് ദ സാഞ്ചി. സോ അതായിരുന്നു നമുക്ക് കിട്ടേണ്ടിയിരുന്നത്. പക്ഷേ ഈ ഒരു SEC വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ കിട്ടിയത് ഈ ഒരു ബ്ലാക്ക് ബിയർഡിൻ്റെ കാർഡ്. ബ്ലാക്ക് ബിയർഡ് ഐ മീൻ എഡ്വേർഡ് ന്യൂഗേറ്റിൻ്റെ കാർഡാണ്. വൈറ്റ് ബിയർഡിൻ്റെ കാർഡാണ്. ഇത് ഞാനിപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഇറ്റ്സ് ലൈക്ക് 1400 1400 രൂപയുടെ കാർഡാണെന്നാണ് എഴുതിയേക്കുന്നത്. പക്ഷേ ഇറ്റ് കുഡ് ബി ഡിഫറെൻറ്റ്, വി നെവർ നോ. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കാത്ത സാധനം ഈ പാക്കിലുള്ള ഇപ്പം നമുക്ക് കിട്ടിയതിൽ ഏറ്റവും വിലയുള്ള സാധനം ഇതാണ്. ഇതിന് 5000 രൂപ ഉണ്ടെന്നാണ് പറയുന്നത്, അറിയോ? സോ എസെൻഷ്യലി നമുക്ക് ആ പാക്ക് മേടിച്ച പൈസ തിരിച്ച് കിട്ടി. ബാക്കിയുള്ള കാർഡുകളെല്ലാം നമുക്ക് എക്സ്ട്രാ ആണ്. പാക്കിൻ്റെ പൈസ ആക്ച്വലി ഈ 3 കാർഡുകളെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഈ PRB മേടിച്ച പൈസ നമ്മൾ തിരിച്ചുണ്ടാക്കി. ഫോർ ദ ഫസ്റ്റ് ടൈം വി ആർ മേക്കിംഗ് ബാക്ക് ദ മണി. ആദ്യമായിട്ടാ. അയ്യോ, ആ പാക്കിന് ഒരു 7000 ഉണ്ടായിരുന്നു പെർ പാക്ക്. അപ്പം ഈ 3 കാർഡുകൾ ഡെഫിനറ്റ്ലി മേഡ് അപ്പ് ഫോർ ഇറ്റ്. അപ്പം നമുക്ക് ഇനിയുണ്ട് ഒരു പാക്ക് ഇവിടെ ഇരിപ്പുണ്ട്, ഒരു പാക്ക് അവിടെ ഇരിപ്പുണ്ട്. OP15 കുറച്ചും കൂടെ ഒരു ഹൈ ഹിറ്ററാണ്. ബട്ട് PRB ആണ് എപ്പോഴും നമുക്ക് ലൈക്ക് അൺബോക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനെ റിപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര രസം PRB തന്നെയാണ്. കാരണം ഭയങ്കര പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പോസിബിലിറ്റിയാണ് ഇതിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കിട്ടാനായിട്ട്. സോ അതിൽ നിന്നും കൂടെ നമുക്ക് പൈസ തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഐ വിൽ ബൈ വൺ മോർ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കണ്ടെത്തിക്കുന്ന എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് വാച്ചിങ് ടിൽ ദി എൻഡ്. ഹോപ്പ്ഫുള്ളി യു ഗൈസ് ലൈക്ക് ഇറ്റ്. നിങ്ങളെ അടുത്ത ഒരു അൺബോക്സിങ്ങിൽ മറ്റു രണ്ടും തുറക്കുമ്പോൾ കാണാം കേട്ടോ. ശരി.